ക്വസ്റ്റ്യൻ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് FDGB എന്ന സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ലെങ്ത് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ വാല്യൂ എക്സ് ഇട്ടു. സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡും ഈക്വൽ ആയിരിക്കും. 4 സൈഡിലും എക്സ് ഇട്ടു. നമുക്കറിയാം AB, ഈ ട്രയാങ്കിൾ AB എന്ന ട്രയാങ്കിളിന്റെ സൈഡാണ്, വലിയ ട്രയാങ്കിൾ സൈഡാണ്. ABയുടെ ലെങ്ത് 16 cm തന്നിട്ടുണ്ട്. അതേപോലെ ബിന്റെ ലെങ്ത് 8 cm തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ FBയുടെ ലെങ്ത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ AF, ഈ AFന്റെ ലെങ്ത് നമുക്ക് 16 - x എന്ന് എഴുതാം. നമ്മുടെ അടുത്ത് എഴുതുന്ന AF = 16 - x സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ ഇതിന്റെ സയൻസ് സോൾവ് വേണ്ടി ട്രയാങ്കിൾസിന്റെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ എ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. ഇവിടെ വരുന്ന രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെയാണ്? AFDയും ABയും. ട്രയാങ്കിൾ AFD ആൻഡ് ട്രയാങ്കിൾ ABE. എ കോമൺ ആണ് രണ്ട് ട്രയാങ്കിൾ. അപ്പൊ ആംഗിൾ A = ആംഗിൾ A കോമൺ ആണ്. ഇനി അടുത്തൊരു ആംഗിൾ, ഇവിടെ വരുന്ന ആംഗിൾ F 90 ഡിഗ്രിയാണ്. ഇവിടെ ആംഗിൾ B 90 ഡിഗ്രിയാണ്. ആംഗിൾ F = ആംഗിൾ B. റീസൺ എന്താണ്? 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു ആംഗിൾ, അതേപോലെ ഇതിൽ രണ്ട് ആംഗിളുകൾ രണ്ട് ട്രയാങ്കിളിനും സിമിലർ ആണ്. നമ്മൾ ഈ ട്രയാങ്കിളിനെ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ആംഗിൾ AFD = ട്രയാങ്കിൾ ABE എന്ന് പറയാം. ട്രയാങ്കിൾ AFDയും ട്രയാങ്കിൾ ABയും സിമിലർ ട്രയാങ്കിളാണ്. നമ്മൾ സിമിലർ ട്രയാങ്കിളിന് ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡും വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡും എടുക്കുക. ഞാനിവിടെ AF / AB = ബേസ്. ഇനി ബേസ് നോക്കാം. സ്മോൾ ട്രയാങ്കിളിൽ ബിഗർ ട്രയാങ്കിൾ. ഇവിടെ FD / ഇവിടുത്തെ ബേസ് BE. ഇതൊരു റിലേഷനാണ്. ഈ റിലേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. നമുക്കറിയാം AFന്റെ ലെങ്ത് 16 - x ABയുടെ ലെങ്ത് 16 = FBയുടെ ലെങ്ത് x / BEയുടെ ലെങ്ത് 8 cm. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന ഇതുപോലെ നമുക്ക് 60 - x ഇവിടെ വെക്കുക. നമുക്ക് റൈറ്റ് സൈഡിലുള്ള 8 - xന്റെ അടുത്തേക്ക് ഇവിടെ 16 നമുക്ക് കൊണ്ടുപോകാം. ഡിവൈഡ് ബൈ 60 ഇവിടെ പോകുമ്പോൾ ഇൻറ്റു 60 ആണ്. ഇവിടെ നമുക്ക് 8നും 16നും കട്ട് ചെയ്ത് പോകുമ്പോൾ കിട്ടും. 16 - x = 2x എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എക്സിനെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 16 ഇവിടെ വയ്ക്കുക = 2x. ഇവിടെയുള്ള -x ഇവിടേക്ക് വരുമ്പോൾ +x ആണ്. നമുക്ക് 16 = 3x എന്ന് കിട്ടും. നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ 3നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 16 × 3 = x. നമുക്ക് ആൻസർ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടി.